നമ്മുടെ വീടുകളുടെ പറമ്പിലും വേലിക്കലും കണ്ടുവരുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു ചെടിയാണ് സാമ്പാർ ചീര. പല ഇടങ്ങളിലും പല പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. വേലിച്ചീര, മൈസൂർ ചീര, മധുരച്ചീര, സിംഗപ്പൂർ ചീര. ചെക്കൂർ മാനീസ് എന്നാണ് സാമ്പാർ ചീരയുടെ യഥാർത്ഥ പേര്. സാമ്പാർ ചീര പ്രധാനമായും തോരൻ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി സ്വാദിഷ്ടമായ സാമ്പാർ ചീര തോരനാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇലകൾ തണ്ടോടുകൂടി പറിച്ചെടുക്കുക. ഇലകളിൽ പുഴുക്കളും പ്രാണികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ ഇലകളിൽ വെള്ളം നിൽക്കില്ല, പെട്ടെന്ന് വാർന്നു പോകും. ഇനി ഇതുപോലെ ഇലകൾ തണ്ടിൽ നിന്നും ഈർന്നെടുക്കാം. മറ്റു ചീരകളെ പോലെ ഇലകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. സാമ്പാർ ചീരയുടെ ഇളം തണ്ടും തളിരിലകളും ഉപയോഗിക്കാം. സാമ്പാർ ചീരയുടെ തണ്ടും തളിരിലകളും സാലഡുകളായും മറ്റ് കറികളാക്കിയും കഴിക്കാവുന്നതാണ്. നേത്രരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഉത്തമ പ്രതിവിധി കൂടിയാണ് സാമ്പാർ ചീര. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര ഇലകൾ ഈർന്നെടുത്ത് ചെറുതായി അരിയുക. ഇലവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പോഷകങ്ങൾ അടങ്ങിയ ചെടിയാണ് സാമ്പാർ ചീര. മാത്രമല്ല കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായി വളരുന്ന ഒരു വിഭവം കൂടിയാണിത്. പണ്ടുകാലങ്ങളിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ ചേർക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സാമ്പാർ ചീര എന്ന പേര് വരാൻ കാരണം. ധാരാളം മാംസ്യം അടങ്ങിയിരിക്കുന്ന ചെടിയാണ് സാമ്പാർ ചീര. ഇലകളെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി ചതച്ചത്, ഒരു വറ്റൽമുളക് പൊട്ടിച്ചത്, ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് 1-2 എടുക്കാവുന്നതാണ്. ഇവയെല്ലാം നന്നായി വഴന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ചീര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഒരല്പം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ചീരത്തോരന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇലകളിൽ വെള്ളം ഉണ്ടാകും. ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വെള്ളം വറ്റി വെന്ത് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇളം മധുരമുള്ള സ്വാദിഷ്ടമായ സാമ്പാർ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. പാകം ചെയ്ത് കഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ അനുഭവപ്പെടുന്ന മധുരമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ സാമ്പാർ ചീരയെ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നും വിളിക്കാറുണ്ട്. ദഹനത്തിനും ഉദരസംബന്ധമായ പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് സാമ്പാർ ചീര. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.